വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. അപ്പൊ നമ്മുടെ എക്സാം ടൈം ആണ് ഇപ്പൊ നടന്നുകൊണ്ട് നിൽക്കുന്നത്. ഓരോ സബ്ജക്റ്റ് ആയിട്ട് ഇങ്ങനെ എക്സാം കഴിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് എക്സാം എന്ന് പറയുന്നത് മാത്സ് ആണ്. സോ മിനി മാരത്തോണിൽ നമ്മളിത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അത് കൂടാതെ നമ്മുടെ മെഗാ മാരത്തോണും വരുന്നുണ്ട്. അപ്പൊ മെഗാ മാരത്തോണിലും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു എക്സാമും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ 3ാം ക്ലാസ് ഇവിടെ കഴിയാണ്. ഇനി അടുത്തത് എന്തെന്ന് ചോദിക്കുമ്പോൾ യെസ് നിങ്ങളുടെ മുന്നിൽ കാണാൻ പറ്റും. നമ്മുടെ 4ാം ക്ലാസ് ആണ്. ക്ലാസ് 4ലേക്കാണ് നിങ്ങൾ പോകാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിലെ നമ്മുടെ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം SLP എന്ന് പറഞ്ഞ നമ്മുടെ എക്സാമിനേഷൻ ആയിരിക്കും. അതായത് നമ്മുടെ പഴയ LSS എന്ന് പറയുന്ന ഒരു എക്സാം നിങ്ങൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. അപ്പൊ ഈ ഒരു എക്സാമിനെ കുറിച്ചായിരിക്കും നിങ്ങളുടെ കൺസേൺ കൂടുതൽ ഉണ്ടാവുക. എങ്ങനെയാണ് ഈ ഒരു എക്സാം നേടിയെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ കൺഫ്യൂസ്ഡ് ആയിരിക്കും അല്ലെ. അപ്പൊ മക്കളെ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ അതായത് നമ്മൾ 4ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ ആദ്യത്തെ ടോപ്പിക് പഠിക്കുമ്പോൾ തന്നെ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് LSSൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇതെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് എഴുതിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ നമ്മുടെ ഈ ഒരു എക്സാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നമ്മുടെ പ്രാണ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എത്രയും വേഗം നിങ്ങൾ ഈ ഒരു അഡ്മിഷനിലേക്ക് ജോയിൻ ചെയ്യുക. നമ്മുടെ അഡ്മിഷൻ എടുക്കുക സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലേറ്റ് ലിമിറ്റഡ് സീറ്റ്സ് മാത്രമാണ് ഉള്ളത്. അപ്പൊ ഇതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ ബെനിഫിറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് സെഷൻസ്, അങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് LSSന്റെ ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ താഴെ കാണുന്ന ഈ ഒരു നമ്പർ 9995400800 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അപ്പൊ എത്രയും വേഗം എല്ലാവരും പ്രാണ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. അത് പറഞ്ഞുകൊണ്ട് മിസ് ഒരു ഇമ്പോർട്ടന്റ് ചോദ്യം പരീക്ഷയ്ക്ക് പഠിച്ചിരിക്കേണ്ട ചോദ്യം എന്തായാലും വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. മക്കളെ ക്യാഷ് ബിൽ. ഓക്കെ, ക്യാഷ് ബിൽ നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാൻ സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. സോ നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ. ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഇനങ്ങൾ തന്നിട്ടുണ്ടാകും. എന്തൊക്കെയാണ് ഇനങ്ങൾ? സ്കെയില്, റബ്ബർ, കട്ടർ, പേന, ഇതൊക്കെ തന്നിട്ടുണ്ട്. ഓരോന്നിനും എത്രയാണ് വില എന്ന് തന്നിട്ടുണ്ട്. സ്കെയിലിന് എത്രയാണ്? 8 രൂപയാണ് വില. എണ്ണം എത്രയാണ്? 6 എണ്ണം. അങ്ങനെയെങ്കിൽ ആകെ എത്ര രൂപയാണെന്ന് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 8 × 6 8 × 6 ദാറ്റ് ഇസ് ഈക്വൽ ടു 48. 6 × 8 are 48. 8 × 6 എന്ന് പറയുന്നത് 48 ആണ്. അടുത്തതോ റബ്ബറിന് 3 രൂപയാണ് ഒരു റബ്ബറിന്റെ വില. അങ്ങനെയെങ്കിൽ എത്ര എണ്ണാണുള്ളത്? 9 എണ്ണം. സോ 3 × 9 3 × 9 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 27 അഥവാ 27 കിട്ടി. അടുത്തതോ കട്ടറിന് 5 രൂപയും അതേപോലെ 7 എണ്ണവുമാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ 5 × 7 5 × 7 are 35. 9 രൂപയും 9 എണ്ണവും. സോ 9 × 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 36 കിട്ടും. അങ്ങനെയെങ്കിൽ ആകെ എത്ര രൂപയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് ഈ താഴത്തെ കോളത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മക്കളെ 48ഉം 27ഉം 35ഉം 36ഉം ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ താഴെ ഈ ഒരു ആകെന്റെ അവിടെ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. സോ 8ഉം 7ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് നിങ്ങൾക്ക് കിട്ടുക? 8ഉം 8ഉം ആണെങ്കിൽ 16 ആണ്. അപ്പൊ ഒന്ന് കുറയ്ക്കാം. എത്രയായി? 15. 15ഉം 5ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടി? യെസ് 15 + 5 20. 20യോട് 6 ആഡ് ചെയ്ത് കഴിഞ്ഞാലോ 26. 20നോട് 6 കൂട്ടിയാൽ 26 എന്ന് കിട്ടും. 4ഉം 2ഉം 6, 6ഉം 2ഉം 8, പിന്നെയോ 8ഉം 3ഉം 11, 11ഉം 3ഉം 11നോട് 3 കൂട്ടിയാൽ 14, 146 എന്ന ആൻസർ കിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു ക്യാഷ് ബില്ലും കാര്യങ്ങളും നിങ്ങൾക്ക് വരുമ്പോൾ, ക്യാഷ് ബിൽ മാത്രമല്ല ടേബിൾ അങ്ങനത്തെ എല്ലാ ചോദ്യങ്ങളും വരുമ്പോൾ കൂടെ വരുന്ന ഒരു സാധനമാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ, ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. ലേഖ കടക്കാരന് 200 രൂപയുടെ നോട്ട് നൽകി. കടക്കാരൻ തിരിച്ചു നൽകിയത് എത്ര രൂപയാണ്? അതായത് ടോട്ടൽ ആയത് എത്രയാണ്? 146 രൂപ അഥവാ 146 റുപ്പീസ് ആണ് ടോട്ടൽ ആയിട്ടുള്ളത്. അപ്പോ 200 റുപ്പീസ് ആണ് നമ്മുടെ ലേഖ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ബാക്കി എത്രയാണ് കിട്ടുക എന്നാണ് ചോദിച്ചത് അല്ലെ. 200ൽ നിന്ന് എന്ത് കുറയ്ക്കണം? 146. 0ൽ നിന്ന് 6 പോയില്ല. ഇവിടെ 10ആയി, ഇവിടെ 9ആയി, ഇവിടെ 1 തന്നെ വരും അല്ലെ. 10ൽ നിന്ന് 6 കുറച്ചാൽ 4, 9ൽ നിന്ന് 4 കുറച്ചു കഴിഞ്ഞാലോ 5. സോ 54 രൂപയാണ് ബാക്കിയായിട്ട് കിട്ടുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? സോ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്തായാലും നോക്കി വെച്ചോളൂ. നിങ്ങൾക്ക് ക്യാഷ് ബില്ലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടേബിളുമായി ബന്ധപ്പെട്ട ഒരു മൾട്ടിപ്ലിക്കേഷന്റെ ചോദ്യം നിങ്ങൾക്ക് എന്തായാലും നാളെ എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പൊ യെസ്, ഇനിയും നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാം, നമ്മുടെ ലൈവ് ഒക്കെ ടൈമിന് തന്നെ അറ്റൻഡ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.